അമേരിക്കൻ ഐക്യനാടുകളും ഇറാനും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് വീണ്ടും തീപിടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയുമായി ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ അധ്യക്ഷൻ ഇബ്രാഹിം അസീസി രംഗത്തെത്തിയിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വ്യക്തിപരമായി ലക്ഷ്യമിട്ടുകൊണ്ടും അമേരിക്കൻ വിദേശ നയങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുമാണ് അസീസി രംഗത്തു വന്നത്. സമീപകാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ സൈനികവും നയതന്ത്രപരവുമായ ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും കടുപ്പമേറിയ പ്രതികരണങ്ങളിലൊന്നായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. വാഷിംഗ്ടണിന്റെ ഭീഷണികൾക്ക് മുൻപിൽ ഇറാൻ ഒരിക്കലും വഴങ്ങില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഈ പ്രസ്താവനയിലൂടെ തെഹ്റാൻ നൽകുന്നത്. നിലവിലെ സംഘർഷങ്ങളിൽ അമേരിക്കയ്ക്ക് യാതൊരുവിധ നേട്ടവും കൊയ്യാൻ സാധിച്ചിട്ടില്ലെന്ന് അസീസി തുറന്നടിച്ചു. അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകോപനങ്ങൾ വെറും പൊള്ളയാണെന്നും തങ്ങളുടെ പരാജയം മറച്ചുവെക്കാനുള്ള തന്ത്രം മാത്രമാണെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയെ കൂടുതൽ ഒറ്റപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് ഇറാന്റെ പക്ഷം. അമേരിക്കയുടെ കൈകൾ ഇപ്പോൾ പൂർണ്ണമായും ശൂന്യമാണെന്നാണ് ഇബ്രാഹിം അസീസി പരിഹാസപൂർവ്വം വ്യക്തമാക്കിയത്. ഭീഷണികൾ മുഴക്കുന്നതല്ലാതെ പ്രായോഗികമായി ഇറാനെതിരെ ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മുൻകാലങ്ങളിൽ അമേരിക്ക കൈക്കൊണ്ട പല സൈനിക നയങ്ങളും പരാജയപ്പെട്ട ചരിത്രമാണുള്ളതെന്നും ഇപ്പോഴത്തെ ഭീഷണികൾക്ക് പിന്നിൽ വ്യക്തമായ ഒരു ട്രാക്ക് റെക്കോർഡ് പോലും കാണിക്കാനില്ലാത്തത് ഭരണകൂടത്തിന്റെ നിരാശയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമീപകാലത്ത് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത യുദ്ധസമാനമായ അന്തരീക്ഷവും സൈനിക നീക്കങ്ങളും അമേരിക്കയ്ക്ക് വരുത്തിവെച്ചത് ഭീമമായ സാമ്പത്തിക നഷ്ടങ്ങൾ മാത്രമാണെന്ന് അസീസി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആധുനിക യുദ്ധങ്ങൾ വൻതോതിലുള്ള പണം ചെലവഴിക്കേണ്ടി വരുന്നവയാണെന്നും എന്നാൽ ഈ നിക്ഷേപങ്ങൾക്കൊന്നും ആനുപാതികമായ യാതൊരു രാഷ്ട്രീയ സൈനിക നേട്ടവും കൊയ്യാൻ വാഷിംഗ്ടണിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. അമേരിക്കൻ നികുതി പണം വൻതോതിൽ ഇത്തരം അനാവശ്യ യുദ്ധങ്ങളിലേക്ക് ഒഴുക്കുകയാണ് ചെയ്തത്. അമേരിക്കൻ അധിനിവേശ നയങ്ങൾ കേവലം രണ്ടു രാജ്യങ്ങളെ മാത്രമല്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെയാണ് പ്രതിസന്ധിയിലാക്കിയതെന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ അസ്ഥിരത അന്താരാഷ്ട്ര വിപണിയിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ധന വിലയിലുണ്ടായ വ്യതിയാനങ്ങളും ആഗോള വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങളും ഇതിന് തെളിവാണ്. അമേരിക്കയുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ ലോകമെമ്പാടുമുള്ള സാധാരണക്കാരെയാണ് ബാധിച്ചതെന്ന് അസീസി ഓർമ്മിപ്പിച്ചു. അമേരിക്കൻ ഭീഷണികൾക്ക് മുൻപിൽ പതറാതെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് തരത്തിലുള്ള സൈനിക നീക്കങ്ങളെയും നേരിടാൻ ഇറാൻ പൂർണ്ണ സജ്ജമാണെന്ന ശക്തമായ മുന്നറിയിപ്പാണ് അസീസി നൽകുന്നത്. മുൻപുണ്ടായതിനേക്കാൾ അതിശക്തവും മാരകവുമായ പ്രതികരണമായിരിക്കും ഇനി അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരിക. ഇറാന്റെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ ശ്രമിച്ചാൽ അതിനുള്ള വില വളരെ വലുതായിരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തങ്ങൾക്കെതിരെ ഉയരുന്ന ഏത് പ്രതിസന്ധിയിലും ഇറാന്റെ സായുധ സേനയും അവിടുത്തെ ജനങ്ങളും ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നാണ് ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത്. സൈന്യവും പൊതുജനങ്ങളും തമ്മിലുള്ള ഈ അഭേദ്യമായ ബന്ധമാണ് അമേരിക്കൻ അധിനിവേശ ശ്രമങ്ങളെ തകർക്കാൻ പോകുന്നത്. മുൻകാല സംഘർഷങ്ങളിലെല്ലാം ഈ ഐക്യം രാജ്യം തെളിയിച്ചിട്ടുള്ളതാണെന്നും അസീസി അഭിമാനത്തോടെ വ്യക്തമാക്കുന്നു. സമീപകാലത്തുണ്ടായ സൈനിക പ്രതിസന്ധിയുടെ സമയത്ത് ഇറാന്റെ ജനത കാണിച്ച സഹിഷ്ണുതയും ധീരതയും എടുത്തു പറയേണ്ടതാണ്. വിദേശ ശക്തികളുടെ ഉപരോധങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും നിലനിൽക്കുമ്പോഴും രാജ്യത്തോടൊപ്പം നിൽക്കാൻ ജനങ്ങൾ തയ്യാറായി. ഈ ജനകീയ പിന്തുണയാണ് ഇറാന്റെ പ്രതിരോധ നയങ്ങളുടെ അടിസ്ഥാന ശീലയെന്ന് നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ അധ്യക്ഷൻ അടിവരയിട്ട് പറയുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങൾ പശ്ചിമേഷ്യയിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്നതാണെന്നാണ് ഇറാന്റെ പ്രധാന ആക്ഷേപം. മുൻപ് നിലവിലുണ്ടായിരുന്ന അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നും നയതന്ത്ര ചർച്ചകളിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറുന്ന പ്രവണതയാണ് ട്രംപ് ഭരണകൂടം കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള അവിവേകപൂർണമായ തീരുമാനങ്ങൾ അമേരിക്കയുടെ തന്നെ വിശ്വസ്തത അന്താരാഷ്ട്ര തലത്തിൽ ഇല്ലാതാക്കാൻ കാരണമായതായി ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇറാന്റെ സൈനിക ശേഷി കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ സാങ്കേതിക വിദ്യയും പ്രതിരോധ സംവിധാനങ്ങളും ഇറാന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു. അമേരിക്കൻ സങ്കല്പങ്ങൾക്കപ്പുറത്തുള്ള സൈനിക സജ്ജീകരണങ്ങൾ തങ്ങൾക്കുണ്ടെന്ന സൂചനയാണ് അസീസിയുടെ വാക്കുകളിൽ നിഴലിക്കുന്നത്. ഇത് കേവലം വാക്കുകളല്ല, മറിച്ച് യഥാർത്ഥ പ്രതിരോധ ശേഷിയുടെ ആത്മവിശ്വാസമാണ്. അമേരിക്കയുടെ ഉപരോധ രാഷ്ട്രീയത്തെയും ഇറാൻ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. സാമ്പത്തികമായി ഇറാനെ തകർക്കാൻ വർഷങ്ങളായി അമേരിക്ക ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു.
തദ്ദേശീയ ഉൽപാദനത്തിലും പ്രാദേശിക സഖ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കൻ ഉപരോധങ്ങളുടെ മൂർച്ച കുറയ്ക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളെ ഉപയോഗിച്ച് ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കൻ തന്ത്രങ്ങൾ ഫലം കാണില്ലെന്ന് അസീസി വ്യക്തമാക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാന് വ്യക്തമായ സ്വാധീന വലയമുണ്ട്. പ്രതിരോധ നിര എന്ന് വിളിക്കപ്പെടുന്ന ഈ സഖ്യം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഏതൊരു നീക്കത്തെയും ചെറുക്കാൻ പര്യാപ്തമാണ്. അമേരിക്ക തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം വിദേശ യുദ്ധ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതെന്ന് ഇറാൻ രാഷ്ട്രീയ നേതൃത്വം വിശ്വസിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് നേരിടുന്ന ആഭ്യന്തര രാഷ്ട്രീയ വെല്ലുവിളികളും സാമ്പത്തിക പ്രതിസന്ധികളും മറച്ചുവെക്കാൻ ഇറാനെ ഒരു ശത്രുവായി ചിത്രീകരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. എന്നാൽ ഈ കളി അധികകാലം വിലപ്പോവില്ലെന്ന് അസീസി ഓർമ്മിപ്പിക്കുകയാണ്. ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ അധ്യക്ഷന്റെ ഈ വാക്കുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. വാഷിംഗ്ടണും തെഹ്റാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളുടെ സാധ്യതകളെ ഇത് കൂടുതൽ സങ്കീർണമാക്കുന്നു. സമാധാനപരമായ ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാണെങ്കിലും അത് ഭീഷണിയുടെ നിഴലിൽ വെച്ചാകില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയുടെ ലക്ഷണങ്ങളാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ കാണുന്നതെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. ഒരു കാലത്ത് ലോക പോലീസായി ചമഞ്ഞിരുന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പോലും വിയർപ്പൊഴുക്കേണ്ടി വരുന്നു. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും നേരിട്ട തിരിച്ചടികൾ അമേരിക്കയെ കൂടുതൽ ജാഗരൂകരാക്കേണ്ടിയിരുന്നുവെന്നും എന്നാൽ അവർ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കില്ലെന്നും ഇറാൻ കുറ്റപ്പെടുത്തുകയാണ്. ഇറാന്റെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന കൃത്യമായ സന്ദേശം ലോകരാഷ്ട്രങ്ങൾക്ക് നൽകാൻ ഈ പ്രസ്താവനയിലൂടെ ഇബ്രാഹിം അസീസിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്ക ഉയർത്തുന്ന ആരോപണങ്ങൾ വ്യാജമാണെന്ന് തെളിയിക്കാൻ ഇറാന്റെ നയതന്ത്ര വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധമല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തോടെയുള്ള സഹവർത്തിത്വമാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ തങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ തിരിച്ചടിക്കാൻ മടിക്കില്ല. ഏതൊരു അധിനിവേശ ശക്തിക്കെതിരെയും പോരാടാൻ ഇറാന്റെ വരും തലമുറകളും സജ്ജരാണെന്ന് അസീസി പ്രഖ്യാപിക്കുന്നു. രാജ്യത്തിന്റെ ചരിത്രപരമായ പോരാട്ടവീര്യം ഇവിടുത്തെ യുവാക്കളിൽ ഇപ്പോഴും സജീവമാണ്. അതിനാൽ തന്നെ സൈനികമായ ഭീഷണികൾ കൊണ്ട് ഇറാനെ ഭയപ്പെടുത്താമെന്ന് അമേരിക്ക കരുതേണ്ടതില്ല. അമേരിക്കൻ ഭരണകൂടത്തോട് തങ്ങളുടെ നയങ്ങൾ പുനഃപരിശോധിക്കാനാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. തോൽവി സമ്മതിക്കാതെ ശൂന്യമായ കൈകളുമായി നടത്തുന്ന ഈ ഭീഷണികൾ അമേരിക്കയുടെ അന്തസ്സ് കൂടുതൽ കെടുത്തുകയുള്ളൂ. രാജ്യാന്തര രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ US ഇറാൻ ബന്ധം ഏത് ദിശയിലേക്ക് നീങ്ങുമെന്നത് ഈ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ വളരെ നിർണായകമാണ്. ഇബ്രാഹിം അസീസിയുടെ ഈ കടുത്ത നിലപാട് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും പ്രതിരോധ നയങ്ങളിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ലോകം ഉറ്റുനോക്കുകയാണ്. അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയുടെ ഭാവി സമാധാനം.